നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലീജി, നമ്മുടെ ചാനൽ ഫാബുലൻസ്. ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവർ വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കാണണേ. ഒരുപാട് വിഭവങ്ങളുള്ള ഒരു സദ്യയാണെന്ന് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. ഇന്ന് പാചകക്കാരും അണിയറയിലുള്ളവരും എല്ലാം ഒന്നാണെങ്കിലും വിളമ്പുന്ന ആൾക്ക് മാറ്റമുണ്ട് കേട്ടോ. ഇന്നത്തെ ക്യാമറാമാൻ മാറിയിട്ടുണ്ട്. ഇന്ന് മോനെ എടുക്കുന്നത് ജംസായൻ ഹോസ്പിറ്റലിൽ അമ്മച്ചിയുടെ അടുത്താണ്. അമ്മച്ചിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എങ്കിലും സ്റ്റിൽ സീരിയസ് ആണ്. എങ്കിലും അങ്ങനെ പോകും. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മെറ്റീരിയൽ കാണാം. അപ്പോൾ നമ്മൾ തുടക്കം ഇന്ന് നമ്മൾ 3 പീസ് സെറ്റിലാണ്. കാംബ്രിക് കോട്ടൺ 3 പീസ് സെറ്റാണ്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്ന ഇത്. അപ്പോൾ ഇത് നമ്മൾ സെറ്റായിട്ടാണ് കൊടുക്കുക കേട്ടോ. സെറ്റ് വൈസാണ് കൊടുക്കുന്നത്. നമ്മൾ കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്ത്. ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ 120 റുപ്പീസ് പെർ മീറ്റർ. ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണേ. ഇത് ടോപ്പിൻ്റെ ഷേക്ക് വരാതെ. ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു. ദുപ്പട്ട നമുക്ക് വരുന്നത് 2.3 മീറ്റേഴ്സ് 2.30 വരിക. ഇങ്ങനെ വരും, ദുപ്പട്ട വരും. അപ്പോൾ ഇത് സെറ്റായിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ്. അപ്പോൾ ഇതിങ്ങനെ ടോപ്പ്, ബോട്ടം, ദുപ്പട്ട ഇങ്ങനെ എടുക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഹക്കോബ. ഇത് നമ്മൾ PC കോട്ടണിലുള്ള ഹക്കോബയാണിത്. 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേ ടൈപ്പ്. അതിൽ കണ്ടോ. അപ്പം നമുക്ക് ഈ ഹക്കോബയിലൊരു ടോപ്പും ഇതിലൊരു ടോപ്പും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടം ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ടോപ്പ്, കാഷ്വൽ വെയർ ആയ ടോപ്പ്, ഒരു ബോട്ടം, ഒരു ദുപ്പട്ട, അങ്ങനെ ഒരു പർപ്പസിൽ. അപ്പോൾ PC കോട്ടണും കാംബ്രിക് കോട്ടൺ തമ്മിൽ വ്യത്യാസം കമൻറ്റിൽ ചോദിച്ചിരുന്ന ഒരാൾ. PC കോട്ടൺ എന്ന് പറഞ്ഞാൽ പോളിസ്റ്ററും കോട്ടണും മിക്സ് വരുന്നത്, പോളിസ്റ്റർ ത്രെഡ് വരുന്നത്. കാംബ്രിക് കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ ത്രെഡ്, ഒരു പ്രോസസ്സ്, കാലൻഡറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു സ്മൂത്തനിങ് പ്രോസസ്സ് ഉണ്ട്. അതിലൂടെ പാസ് ചെയ്ത ത്രെഡുകളാണ് കാംബ്രിക് കോട്ടണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാംബ്രിക് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒരു കോട്ടൺ ലവേഴ്സിന് ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൽ ചെറുതായിട്ടൊരു പോളിസ്റ്റർ ത്രെഡ് കൂടി വരുന്നതാണ് PC കോട്ടൺ എന്ന് പറയുന്നത്. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാൻ സുഖം തന്നെയാണ്. നമുക്കൊരു കോട്ടൺ ലൈനിങ് കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ ഇത് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ. നല്ല ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു. എങ്ങനെ. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സെറ്റ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഒനിയൻ പിങ്കിൽ വരുന്നു. ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു. അത് ടോപ്പ്, ഇത് ബോട്ടം. അതിൻ്റെ കളർ ചേഞ്ച് ആണ്, വേറെ കളർ വരുന്നു. ദുപ്പട്ട. അപ്പോൾ ദുപ്പട്ടയോട് കൂടിയ സെറ്റ് എപ്പോഴും ജോലിക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ ദുപ്പട്ടയോട് കൂടി പെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. ഇങ്ങനെ ഇത് സെറ്റുമായിട്ടാണ് കൊടുക്കുന്നത്. സെറ്റില്ലാത്ത വേറെ കാംബ്രിക് കോട്ടണും കാണിക്കുന്നുണ്ട്. ദുപ്പട്ട കഴിയുമ്പോൾ നമ്മൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് അല്ലാതെ തരും. അല്ലെങ്കിൽ ഇത് സെറ്റ് വൈസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ കുറച്ച് ബാക്കി വന്നാലൊക്കെ പ്രശ്നമില്ല. അതുകൊണ്ടാണ് 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നു. 120 റുപ്പീസ് പെർ മീറ്റർ. 2.30 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ദുപ്പട്ടയ്ക്ക് ഇതുണ്ടോ, ഇത്രയും ലെങ്ത്ത് ഉണ്ട് ഇങ്ങനെ. അപ്പോൾ അതങ്ങനെ സെക്കൻഡ് സെറ്റ് ഇങ്ങനെ വരുന്നു. 120 റുപ്പീസ് പെർ മീറ്റർ. ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 270 റുപ്പീസ് പെർ പീസ്, 270 രൂപ ദുപ്പട്ടയുടെ റേറ്റ്. അങ്ങനെയാണ് വരുന്നത് അത്. ഇനി തേർഡ് സെറ്റ് ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ്, ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു. ടോപ്പ് ഇത് ഇങ്ങനെ വരും ഡിസൈൻ. കാംബ്രിക് കോട്ടൺ ആണ്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉണ്ടോ, വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട്. കാംബ്രിക് കോട്ടണിൽ ഡാർക്ക് കളേഴ്സിന് ലൈനിങ് ഓപ്ഷനിലാണ്. 2 പീസിലാണ് ഡാർക്ക് കളേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവും. ഇങ്ങനെ വരുന്നു. ഇത് ബോട്ടം, അതിൻ്റെ ദുപ്പട്ടയും ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. 120 റുപ്പീസ് പെർ മീറ്റർ, 120 റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയൽ റേറ്റ്. ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 270 റുപ്പീസ് പെർ പീസ്. ഇങ്ങനെ വരും ദുപ്പട്ട. 3 പീസ് സെറ്റാണ്. സെറ്റ് വൈസ് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ടോപ്പും ബോട്ടും ദുപ്പട്ടയായി. അങ്ങനെ ഇനി നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഞാൻ അവൈലബിൾ ആയത്, ഇനി കുറച്ചെങ്കിലുമൊക്കെ സ്റ്റോക്കുള്ള 3 പീസ് സെറ്റുകൾ കാണിക്കാൻ പറഞ്ഞവർക്ക് വേണ്ടി ഇതെടുക്കുന്നു. ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇതിൽ ദുപ്പട്ട നമുക്ക് കാംബ്രിക് കോട്ടൺ തന്നെയാണ്, ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നു. അപ്പോൾ 100 റുപ്പീസ് പെർ മീറ്ററിലാണ് വരുന്നത് ദുപ്പട്ട. ഇത് നമുക്ക് 2.5 നിങ്ങൾക്ക് 2.75 എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്നത് 120, 120 രൂപ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ. ഇത് നമുക്ക് 100 രൂപയ്ക്ക് മെറ്റീരിയൽ മീറ്റർ റേറ്റിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2.5 മീറ്റർ എടുക്കുമ്പോൾ 250 റുപ്പീസ് അങ്ങനെ വരുന്നു. ഇതായിരുന്നു അടുത്ത സെറ്റ്. ഇനി നമുക്ക് അടുത്ത് വരുന്നു പാരറ്റ് ഗ്രീനിൽ. ഇത് ടോപ്പ്, ഇത് ബോട്ടം,
ഇങ്ങനെ പാനൽ കട്ടൊക്കെ ചെയ്യാനായി ഒരേ സെയിം കളറിൽ ഡിഫറെൻറ്റ് ഫ്ലോറൽ ഡിസൈൻ വരുന്ന സെറ്റ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലതാണിത്. ഇങ്ങനെ വരുന്നു. ടോപ്പും ബോട്ടം നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നു ദുപ്പട്ട 270 റുപ്പീസ് per പീസ്, 270 രൂപ. ഇത് ടോപ്പും ബോട്ടവും ഇങ്ങനെ വരുന്നു. അടുത്തത് ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട. അതിൻ്റെ ദുപ്പട്ടയും വരുന്നത് 270 per പീസിലാണ് വരുന്നത്. ഒരു സാധനം ഇവിടെ നമ്മൾ ആ ഫസ്റ്റ് സെറ്റ് കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ആ PC കോട്ടണിൽ വരുന്ന ഹക്കോബയാണിത്. 180 റുപ്പീസ് per മീറ്റർ വരുന്ന ഹക്കോബ ഇങ്ങനെ വരുന്നു. ഇത് നമുക്കൊരു 43 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഹക്കോബയ്ക്കൊക്കെ വിടുത്ത് കുറഞ്ഞ ഹക്കോബയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡിലും കുറച്ചിങ്ങനെ സ്പേസ് ഉണ്ടാവും വർക്ക് ഇല്ലാത്തത്. അപ്പോൾ 2.5 മീറ്റർ കൃത്യം എടുക്കുന്നവർ കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം. കാരണം എന്നാലും സ്ലീവ് നമുക്ക് ജോയിൻ്റ് ആ പ്ലെയിൻ കളർ വരാതെയൊക്കെ കിട്ടുള്ളൂ. 2.75 3 ഒക്കെ എടുക്കണം സൈസ് അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനൊരു ടോപ്പും ഇതിങ്ങനൊരു ടോപ്പും ഒരു ബോട്ടം ഒരു ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതാണ് ദുപ്പട്ട വരുന്നത്. 270 റുപ്പീസ് per പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നു. കാംബ്രിക് കോട്ടൺ റേറ്റ് വരുന്നത് 120 റുപ്പീസ് per മീറ്റർ. ഹക്കോബയുടെ റേറ്റ് വരുന്നത് 180. ഇത് PC കോട്ടണിലുള്ള ഹക്കോബയാണ്. പ്രീമിയം ഹക്കോബ അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ. അപ്പോൾ എപ്പോഴും എല്ലാ വീഡിയോയിലും ബ്ലൂ ഹാർട്ട് തന്ന ബ്ലൂ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ്. ഞാനിത് ഇന്ന് ഈ കുർത്തി വെയർ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ സൗമ്യ മാമിനെ ആലോചിച്ചു കേട്ടോ. ഞാൻ ലാസ്റ്റ് 2 പീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒപ്പിച്ചെടുത്തതാണ് ഇങ്ങനെ ഒരു ടോപ്പ്. അന്ന് ആ മെറ്റീരിയൽ കഴിഞ്ഞു പോയത്, ബ്ലൂ ഹക്കോബ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ PC കോട്ടണിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ, കളറൊക്കെ സെയിം ആണ്. ഇനി കാരണം മറ്റേ എക്സാക്റ്റ് കളർ ഇപ്പോൾ അന്ന് നമ്മൾ പിന്നീട് ഓർഡർ ചെയ്തപ്പോൾ ഇതൊരു അക്വാ സ്കൈ ബ്ലൂ അല്ലേ, മറ്റൊരു ഗ്രീൻ ടച്ച് വരുന്ന കളറാണ് വന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ അതുകൊണ്ട് ഇത് എടുത്തിരിക്കുന്നത്. ഇതാ ഇത് വരുന്നതും നമ്മൾ PC കോട്ടണിലാണ്. ഇതാ ഇങ്ങനെ വരുന്നു. 180 റുപ്പീസ് per മീറ്റർ, 180 രൂപ. ഇതും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. അപ്പോൾ അത് സൗമ്യ മാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് എന്നോട് വിഷമം തോന്നല്ലേ. ഈ കളർ ഇത് ആ കളർക്ക് പിന്നെ കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിന് നമുക്ക് പ്ലെയിൻ ബോട്ടം ഇതങ്ങനെ പോപ്ലിനിൽ വരുന്നു. 100 റുപ്പീസ് per മീറ്റർ, 100 രൂപ ഇങ്ങനെ വരുന്നു. പോപ്ലിൻ മെറ്റീരിയൽ ബോട്ടം മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം സിമ്പിളായിട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ യോക്ക് വെക്കാനൊക്കെ നമ്മൾ വൈറ്റ് ഹക്കോബ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 180, 100 റുപ്പീസ്. ഇനി അതിൽ നല്ലൊരു വേറൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡ് വരുന്നു, നല്ലൊരു സുന്ദരി ഗ്രീൻ എന്ന് പറയും. ഇതാ ഇങ്ങനെ വരുന്നു. 43 ഇഞ്ച് എടുത്ത് 180, 180 രൂപ. അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ പ്ലെയിൻ സെയിം ബോട്ടം ഇതാ ഇങ്ങനെ 100 റുപ്പീസ് per മീറ്റർ ഇങ്ങനെയാവാം. അപ്പോൾ അതങ്ങനെ. ഇനി നമുക്ക് അത് കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് 2 പീസ് സെറ്റ് അല്ല, നമുക്ക് സെറ്റായിട്ടോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും വാങ്ങും. ഇത് കാംബ്രിക് കോട്ടനാണ് വരുന്നത്, മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ കലങ്കാരി ഒറിജിനൽ കണ്ടു. ഇത് കലങ്കാരി പ്രിൻറ്റ്, കലങ്കാരി ഡിസൈൻ കാംബ്രിക് കോട്ടണിൽ വരുന്നത്. രണ്ടും തമ്മിൽ ആന ഉറുമ്പും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഒറിജിനൽ കലങ്കാരി എന്ന് പറഞ്ഞാൽ അത് ആ ട്രഡീഷണൽ വർക്കാണ്, ഹാൻഡ് ബ്ലോക്ക്, നമ്മൾ ഹാൻഡ് ബ്ലോക്ക് അജരക്കൊക്കെ പോലെ തന്നെ ആ ഒരു വില്ലേജ് ബേസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇനി വരും. ദുപ്പട്ടയും ബോട്ടം ദുപ്പട്ടയും വേണ്ടവർക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ അതെടുത്ത് കാണിക്കുന്നില്ല ഇപ്പോൾ. നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫോട്ടോ എടുത്ത് വിട്ട് തരും, കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുള്ള സെറ്റ് കാണിക്കാൻ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് ഇത് 3 പീസ് സെറ്റാണ്. ഇത് ഒരുപാട് എണ്ണം ഇല്ല, അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത്. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന സെറ്റാണ്. ഇങ്ങനെ വരുന്നു. ഇത് റേറ്റ് ഇങ്ങനെ വരുന്നു. ഇത് 800 റുപ്പീസിന് ക്ലിയറൻസ് സെയിൽ ഇട്ടതാണ് ഇവിടെ, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. 800 രൂപ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സെറ്റാണ് 800 റുപ്പീസിന്. അതിൻ്റെ 2 കളറാണ് അതിവിടെ ഉള്ളത്. പിന്നെ കലങ്കാരിയുടെ ദുപ്പട്ടയും ബോട്ടവുമായിട്ട് വന്നില്ലേ, അതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാ കലങ്കാരി ഡിസൈൻ കാംബ്രിക് കോട്ടൺ. ഇത് സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്, കാംബ്രിക് കോട്ടണിൽ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. അപ്പോൾ നമുക്ക് കുർത്ത ചെയ്യാനാണെങ്കിലും ഇപ്പോൾ കലങ്കാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ കലങ്കാരി പറഞ്ഞ കളർ ഗാർഡൊക്കെ യൂസ് ചെയ്ത് ഒന്നുകൂടെ, പക്ഷേ കംഫർട്ട് ലെവലിൽ അത് സൂപ്പറാണ് കോട്ടൺ ലവേഴ്സിന്. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് അരയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് അതേപോലത്തെ ഡിസൈൻ നമുക്ക് കാംബ്രിക് കോട്ടണിൽ ഒന്നുകൂടെ ഈസിലി വാഷബിളായ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു. 120. ഇത് ടോപ്പ്, ഇത് ബോട്ടം ഇങ്ങനെ വരും. അപ്പോൾ ഇതുകൊണ്ട് ലൈൻസ് പാറ്റേണിൽ ബോട്ടം ഒക്കെ ചെയ്തിട്ട് ടോപ്പ് യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നൈറ്റിക്ക് ഇത് 3 മീറ്റേഴ്സ് എടുത്തിട്ട് ഈ യോക്ക് വെക്കാൻ വേണ്ടി 30 സെൻറ്റിമീറ്റർ ലൈൻസ് പാറ്റേണിൽ എടുത്താൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇത് ലൈൻസ് പാറ്റേണിൽ വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് കോളറിനൊക്കെ കുർത്തിയോ നൈറ്റിയോ ഒക്കെ വേണമെങ്കിലും ചെയ്യാം. കാംബ്രിക് കോട്ടൺ ആണ്. ഇങ്ങനെ വരുന്നു. 120, 120 രൂപ. ക്ലിയർ അല്ലേ? ഇങ്ങനെ വരുന്നു.
നെക്സ്റ്റ് വരുന്നു അടുത്ത ഡിസൈൻ 2 പീസിലാണ് വരുന്നത്. ഇത് ടോപ്പ്, ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു. ഇത് ടോപ്പ്, അതിൻ്റെ ബോട്ടം ഇതങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പും ബോട്ടവും സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. 2 പീസായിട്ടോ കുർത്തയായിട്ടോ ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ റെയിനി സീസണിൽ നമുക്ക് ഈ ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ പിന്നെ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ചെയ്യാം. നൈറ്റ് ചെയ്യാൻ അങ്ങനെ വേണമെങ്കിലും ആവാം. 120 120 രൂപ കാംബ്രിക് കോട്ടൺ അങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു ഇനി കലങ്കാരി ഡിസൈൻ തന്നെ വരുന്ന 3 ഡിഫറെൻറ്റ് ഡിസൈനിൽ വരുന്നതാണ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നു. ഫസ്റ്റ് ഇതങ്ങനെ വരുന്നു ടോപ്പ്, അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ. ഇതിൽ വരുന്ന ആ ലീവ്സിൻ്റെ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇത് ടോപ്പും ബോട്ടം. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് നൈറ്റിക്ക് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. 3 മീറ്റേഴ്സാണല്ലോ നൈറ്റിക്ക് വേണ്ടത്. പിന്നെ ഇത് നമുക്ക് ടോപ്പ് ചെയ്യാൻ, ഇത് ടോപ്പ് നൈറ്റിയൊക്കെ ചെയ്യാൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വിഡ്ത്ത് വരുന്നത് 44 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ വെർട്ടിക്കൽ ഇങ്ങനെയല്ലേ, വെർട്ടിക്കൽ ലൈൻസ് അവർ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എപ്പോഴും മാറും. ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ്. ഇത് വെർട്ടിക്കൽ പാറ്റേണിലാണ് ലൈൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നൈറ്റ് ചെയ്താൽ നമുക്ക് ലെങ്ത് വൈസ് ഇങ്ങനെ വേണം ഡിസൈൻ വരാൻ. അപ്പോൾ അത് കറക്റ്റ് വരില്ല. അപ്പോൾ യോക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. യോക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അത്ര വലിയ സംഭവമല്ല. അപ്പോൾ നമ്മൾ പ്ലേറ്റഡ് നൈറ്റിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും യോക്ക് വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അതിന് കറക്റ്റ് ആയിരിക്കും. ഈ ടൈപ്പ് ഇതിൽ 3 കളേഴ്സ് വരുന്നുണ്ട്, അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒരു മോഡൽ നൈറ്റി, ഡിസൈനർ ടൈപ്പ് നൈറ്റിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ താഴെ മുകളിൽ യോക്ക് കൊടുക്കുന്നതിന് പകരം താഴെ ലെങ്ത്തിന് എത്രയാണോ വേണ്ടത്, അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെർട്ടിക്കൽ കൊടുത്തു, ഹൊറിസോണ്ടൽ പാറ്റേണിൽ ഇതേ സെയിം ഡിസൈൻ കൊടുത്തിട്ട് അങ്ങനെ നൈറ്റിയിൽ തന്നെ ഇങ്ങനെ വേറെ മോഡൽ നൈറ്റ് ചെയ്യേണ്ടവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇത് ഈ മെറ്റീരിയൽ നൈറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ. ബോട്ടം ചെയ്യാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. കുർത്ത ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. 44 ഇഞ്ച് 42 ഇഞ്ച് വരെയുള്ളവർക്ക് ചെറിയൊരു ഷോൾഡർ ജോയിൻറ്റ് കൂടെ കൊടുത്താൽ നോർമൽ കുർത്ത ചെയ്യാൻ പറ്റും. ഇനി അതിലും ലെങ്ത്ത് വേണ്ടവർക്കാണെങ്കിൽ ചെറിയൊരു യോക്ക് പോലെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ വരുന്നു. 120 റുപ്പീസിൻ്റെ കാംബ്രിക് കോട്ടൺ ഇത് 2 പീസ്. ക്ലോസ് വ്യൂ കാണിച്ചല്ലേ ഇതിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് അങ്ങനെ വരുന്നു അത്. അപ്പോൾ ഫസ്റ്റ് മെറൂണും ഒരു ഗ്രീനും. ഇനി വരുന്നത് ഇതിൻ്റെ ടോപ്പ്, അതിൽ ഗ്രീൻ കളറിൽ, അതിൽ ലീവ്സ് വരുന്നത് മെറൂൺ. ആ ഒരു മെറൂണിനെ ഒരു ബർഗണ്ടി പോലത്തെ ഒരു ബർഗണ്ടി കളറിനോട് സമയമുള്ളൊരു കളറാണ് ബോട്ടം വരുന്നത്. ഇത് ടോപ്പ്, ഇത് ബോട്ടം ഇങ്ങനെ. കാംബ്രിക് കോട്ടൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെയും അതുപോലെ തന്നെ. 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ. ടോപ്പ് ചെയ്യാനും നൈറ്റ് ചെയ്യാനും കലങ്കാരി ഡിസൈൻ പോലത്തെ നമുക്ക് ഫീൽ വരുന്ന കാംബ്രിക് കോട്ടണിൽ വരുന്നു ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ബോട്ടം കളറിൽ ഇങ്ങനെ വരുന്നു അങ്ങനെ അത്. ഇനി നമുക്ക് ഇതിപ്പോൾ ഈ ഗ്രീനിന് ഇനി സെയിം ഒരു ബോട്ടം ഇങ്ങനെ വേണമെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെ എടുക്കാം. സെയിം ടോൺ വേണമെന്ന് ഇങ്ങനെ എടുക്കാം. 44 ക്ലിയർ അല്ലേ? 120 അവനെടുക്കുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയാവും നിങ്ങൾക്ക് കാണുന്നതെന്ന് കുറച്ചുകൂടെ കോൺഷ്യസാണ് തോന്നുന്നു ഞാൻ അല്ലേ അതിനെക്കുറിച്ച്. അങ്ങനെ വരുന്നത്. അപ്പോൾ കണ്ടോ, ഇനി ഇത് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. ഈ ഒരു മെറൂൺ ടോണിൽ, പക്ഷേ നോക്കണം ഇതൊരു റെഡിഷ് മെറൂൺ ആണ്, ഇത് ഡാർക്കാണ്. ഈ ഒരു ഇതിനൊക്കെ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് വരുന്നത്, ഒരു ബർഗണ്ടി കളറാണ് ഇത് വരുന്നത്. അപ്പോൾ അതങ്ങനെ ഈ ഒരു സെറ്റുകൾ അങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു. ഒരു ബ്ലൂ ബ്ലാക്കും ഒരു ബ്ലൂ ബ്ലാക്ക് അല്ല, എനിക്ക് ഈ ലൈറ്റിൽ അത്ര ക്ലിയർ അല്ല കളറ് അല്ലേ. ബ്ലാക്ക് അല്ലല്ലോ, പക്ക ബ്ലാക്ക് അല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് മെറൂണ് ഉണ്ടല്ലേ. 120 കാംബ്രിക് കോട്ടൺ ഇതാ ഇങ്ങനെ വരുന്നു. അതിൻ്റെ പെയർ ചെയ്യാനായിട്ട് ബോട്ടം, അതിൻ്റെ ഇതിൽ വരുന്ന ആ ലീവ്സിൻ്റെ കളറിലാണ് എക്സാക്റ്റ് ബോട്ടം വരുന്നത്. ഞാൻ മറ്റേ സെയിം വേണ്ടവർക്ക് അങ്ങനെ എടുക്കുന്നത് ഒരു ഗ്രേഷ് ബ്ലാക്ക് എന്നൊക്കെ പറയാവുന്ന കളറിലാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ പാറ്റേണിൽ ബോട്ടം ചെയ്യാനാണെങ്കിൽ 2 മീറ്റർ എടുത്താൽ മതി, 2 മീറ്റേഴ്സ് മതി. 44 ഇഞ്ച് വിടുത്തുള്ളതുകൊണ്ട് നമ്മൾ 36 ഇഞ്ച് വിടുത്ത് വരുന്ന പോപ്ലിൻ മെറ്റീരിയൽ ഇല്ലേ, അതാണെങ്കിൽ കൂടുതൽ എടുക്കണേ. അതിന് 36 ഇഞ്ച് ആയതുകൊണ്ട് വീതി കുറവാണ്. നമ്മൾ നോർമൽ അപ് ടു ഒരു XXL XXL വരെ XXL വരെ 2 മീറ്റർ മതിയാവും. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇനിയുണ്ട് ഇനി. അപ്പോൾ നമ്മുടെ പ്രീമിയം ഹക്കോബ വരുന്നു. അപ്പോൾ ഇത് നമ്മൾ PC കോട്ടൺ അല്ല, നല്ല കാംബ്രിക് കോട്ടണിൽ ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു. നല്ലൊരു ഡാർക്ക് ഗ്രേ കളറിൽ നല്ലൊരു ഭംഗിയുള്ള സുന്ദരി ഹക്കോബ. ഇന്നും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കാണിച്ചു ഞാൻ സാധനം എടുക്കട്ടെ. അത് ആ ഹക്കോബനെ കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വെച്ച് കാണിച്ചു കൊടുക്കാൻ കോൺട്രാസ്റ്റ് ക്രേപ്പ് എടുക്കാൻ മറന്നു പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇനി ഒരു കാന്താ കോട്ടൺ ഇവിടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ, അതെടുത്ത് കാണിക്കാം. പുതിയ കസ്റ്റമേഴ്സാണ് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിങ്ങനെ വെക്കേണ്ടത് ക്രേപ്പ് ലൈനിങ് ആണ് ഉള്ളിൽ, കോൺട്രാസ്റ്റ് വെക്കുകയാണ്. ഇപ്പോൾ കണ്ടോ ആ ഗ്രേയുടെ ഉള്ളിൽ നമുക്ക് മെറൂണോ റെഡോ യെല്ലോ ഒക്കെ കൊടുത്ത് കോൺട്രാസ്റ്റ് ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഹോൾസ് വലിയ ഹോൾസ് വരുന്നതിനൊക്കെ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ബിഗ് വിഡ്ത്തിൽ വരുന്നു. 52 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഹെവി ഹക്കോബയാണ്. ഇതാ ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപ. പ്രീമിയം ഹക്കോബയാണ് കേട്ടോ, കാംബ്രിക് കോട്ടണിൽ വരുന്നു. അത് അങ്ങനെ. ഇനി അതിൻ്റെ കൂടെ
അതിൻ്റെ കൂടെയുള്ള ശിങ്കരികളെ കാണിച്ചു. അയ്യോ ഇതാ പോണു. അതിന് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഈ ബോട്ടം, ഇതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പെർഫെക്റ്റ് മാച്ചാണ്. ഇനി കോട്ടൺ ഇന്നർ മോഡൽ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്നറൊക്കെ ഇതുകൊണ്ട് സ്ലീവ്ലെസ് ഇന്നർ ഇതുകൊണ്ട് ചെയ്തിട്ട് ഇതുകൊണ്ടൊരു കോട്ട് പോലെ ഫുൾ ഷ്രഗ് അല്ല ഫുൾ ലെങ്ത്തിലുള്ളൊരു കോട്ട് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഫുൾ ഗൗൺ പോലെ ചെയ്താലും ഭംഗിയുണ്ടാവും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പെർഫെക്റ്റ് മാച്ചായിരിക്കും. അതങ്ങനെ. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതിങ്ങനെ ടോപ്പ് ചെയ്തിട്ട് ഞാൻ നമ്മളെ പറഞ്ഞ പോലെ ബോട്ടം ചെയ്യാനാണെങ്കിലും ഇന്നർ പോലെ ചെയ്യാനാണെങ്കിലും ഈ കാംബ്രിക് കോട്ടൺ ഇത് വേണമെങ്കിൽ എടുക്കാം. 44 ഇഞ്ച് എടുത്ത് 120. ഈ കാംബ്രിക് കോട്ടൺ വരുന്നു 120 റുപ്പീസ്. ഇതിനെ കാണിക്ക് 120. ഇത് അത്ര അങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യല്ലേ, ഷേക്ക് വരും. ഇത് 300 റുപ്പീസ് അങ്ങനെ വരുന്നു. ഇനി ഇതിൻ്റെ കൂടെ ബോട്ടം ചെയ്യാൻ പ്ലെയിൻ പോപ്ലിൻ മാച്ച് ആവുന്ന വെച്ചെടുത്താൽ അത്ര പെർഫെക്റ്റ് മാച്ച് അല്ല. ഇത് ഡാർക്കാണ്, ഇത് ലൈറ്റാണ്. ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ കൂടെ ഇത് ടോപ്പായിട്ട് എടുക്കുന്നവർക്ക് ഇത് വേണമെങ്കിൽ ഇതൊന്ന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയായിരുന്നു ആ സംഭവങ്ങൾ. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ഒരുപാട് ആൾക്കാർ. ഇനി ആദ്യം ഒരു സുന്ദരി ഇക്കത്തിനെ കാണിക്കട്ടെ. ഇത് നമ്മുടെ ഇക്കത്ത് കോട്ടൺ ലവേഴ്സിൻ്റെ ബെസ്റ്റ് ചോയ്സ്. നല്ല ഒരു സുന്ദരി കളറിൽ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 170. ഇതൊരു നമ്മൾ ആ ഒരു മെറൂണും അല്ല ഒണിയൻ പിങ്കും അല്ല പീച്ചും അല്ലാത്ത ആ ഒരു ഭംഗിയുള്ളൊരു കളറ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പേരറിയാത്ത സുന്ദരി കളർ ഇങ്ങനെ വരുന്നു. ഇക്കത്താണ്, പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. 170 റുപ്പീസ് പെർ മീറ്റർ. ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് ബോട്ടം ഇട്ടിട്ട് സിമ്പിൾ ടോപ്പായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതെടുക്കാൻ കാരണം അതിനോട് കൂടി ചേർന്ന് വരുന്ന ഒരു സുന്ദരി കോട്ടൺ ബുട്ട അതങ്ങനെ വരുന്നത്. ബിഗ് വിഡ്ത്താണ് വരുന്നത്, 58 ഇഞ്ച് വിഡ്ത്ത്. അപ്പോൾ ജോർജറ്റ് ഇഷ്ടമില്ലാത്ത കോട്ടൺ ലവേഴ്സിനൊക്കെ ഇനി പ്ലീറ്റഡ് മോഡലോ ഫുൾ ഗൗണോ എ ലൈൻ ടോപ്പോ പ്ലീറ്റഡ് ടൈപ്പോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ കോട്ടൺ ബുട്ട നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. സോഫ്റ്റായ മെറ്റീരിയലാണ്. ഇനി ഇതിന് നമുക്ക് ലൈനിങ് വെക്കണം. ടോപ്പ് ആൻഡ് ബോട്ടം സെയിം മെറ്റീരിയൽ കോട്ട് സെറ്റ് പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ലൈനിങ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ബിഗ് വിഡ്ത്തിൽ വരുന്നു 200 റുപ്പീസ്, 200 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിന് തമ്മിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചേർത്ത് വയ്ക്കാം. ബോട്ടം ചെയ്യാൻ ഇത് ടോപ്പ് ചെയ്ത് യോക്കൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഇപ്പം അതിൽ ഇവിടെ ഈ ഹക്കോബ കാണിച്ചപ്പോൾ 2 ആൾക്കാരെ കാണിക്കാൻ മറന്നുപോയി. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഓർഗൻസല ഷിഫ്ലി വർക്ക് വരുന്ന മെറ്റീരിയൽ ഒരുപാടില്ല. അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് വാങ്ങാം. ഇത് 180 അല്ലേ, 180 റുപ്പീസ്. ദുപ്പട്ടയായിട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇതങ്ങനെ എടുക്കാം. ഇങ്ങനെ ഷിഫ്ലി വർക്ക് വരുന്ന ഈ ഒരു മെറ്റീരിയൽ. ഈ ജോർജറ്റിലെ ഹക്കോബ ആ ഒരു കളറിനോട് ചേരുന്ന ജോർജറ്റ് ഹക്കോബ ഇനി വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് ഇത് കുറച്ചുകൂടി ഒരു ബ്ലൂ കളർന്ന ഗ്രേ ആണ്. ഇത് വേറെ ഗ്രേ, കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ അതിനോട് ചേരും ചേച്ചിട്ട് എടുത്തത്. ഇതെന്നാലും ഇനിയിപ്പോൾ ജോർജറ്റ് ഹക്കോബ വേണ്ടവർക്ക് സാരിക്കാണെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അതിൻ്റെ അകവശം കാണിച്ചത് ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ത്രെഡ് വർക്ക് ഇത് വരുന്നത് ഇങ്ങനെ. ഇത് 260 റുപ്പീസ് പെർ മീറ്റർ. 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. ജോർജറ്റ് ഹക്കോബ ഒരു പ്രീമിയം സാരി ആയിട്ടൊക്കെ നമ്മളൊരു ഫ്ലോയിങ് സാരിയാണ്. എന്നാൽ അതിന് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഹക്കോബയിൽ വരുന്നതുകൊണ്ട് ഭംഗിയുണ്ട്. ജോർജറ്റ് ഹക്കോബയിൽ ഇപ്പോൾ സ്റ്റോക്ക് അധികം ഇല്ല. ഇനി വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ, വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതിനെ കണ്ടില്ലേ, ഇത് 170, ഇത് 200. ഇനി കുറച്ച് PC കോട്ടണിൽ വരുന്ന പ്രിൻ്റഡ് ഹക്കോബ, ക്യൂട്ട് സുന്ദരി ഹക്കോബകൾ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് വരുന്നത് നമ്മളൊരു ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. നമ്മളൊരു ഗ്രേപ്പ് ലീവ്സ് പോലെ അല്ലേ, മുന്തിരിവള്ളികൾ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് 43 ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത്. 180 റുപ്പീസ്, 180 രൂപ. ഇതും PC കോട്ടണിലാണ് വരുന്നത്. പ്രിൻ്റ് ക്ലിയർ അല്ലേ, പ്രിൻ്റ് എന്നെ അല്ല കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് ടോപ്പ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ബോട്ടം, കാരണം വൈറ്റ് ബോട്ടത്തിന് എടുക്കാൻ കാരണം ഇതിൻ്റെ എക്സാക്ട് സെയിം കളർ ബോട്ടം മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ടാണ് വൈറ്റ് എടുത്തത്. അപ്പോൾ ഇത് 180, ഇത് 100 റുപ്പീസ്. ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഇനി ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണിക്കുന്നുണ്ട്. അതിന് ഏതിനും നമുക്ക് വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാം, ഈ സെയിം കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ, സുഖമുള്ള മെറ്റീരിയലാണ്, ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയലാണ്. ഇതെങ്ങനെ വരുന്നു. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെയും ഒരു സ്റ്റാൻഡേർഡായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് കളർ ഇത് 180, 180 രൂപ ഇങ്ങനെ. അപ്പോൾ ഇനി വൈറ്റ് ബോട്ടം ഞാൻ ഇവിടെ വെച്ചേക്കെ എല്ലാത്തിൻ്റെയും കൂടെ കാണിക്കാം. നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു പിങ്കിഷ് പീച്ച്. ഇങ്ങനെ വരുന്നു. പിങ്ക് കളറിൻ്റെ പീച്ച് പറയില്ലേ, ഇങ്ങനെ വരുന്നു. 44 ഇല്ല, വിടുത്തില്ല. അപ്പോൾ സൈഡിൽ വർക്ക് പോർഷൻ കുറവാണ്. അപ്പോൾ നോർമൽ ടോപ്പിന് 3 മീറ്റർ എടുക്കുക എപ്പോഴും നല്ലത് കേട്ടോ. ഇങ്ങനെ വരുന്നു. 180 റുപ്പീസ്, 180 രൂപ. ഇങ്ങനെ വരുന്നു. ഇത് ഇലകൾ, അതിൻ്റെ കൂടെ നമുക്ക് സെയിം കളർ ബോട്ടം മെറ്റീരിയൽ സെയിം എന്ന് പറഞ്ഞതാ, കുഴപ്പമില്ല, ഇതില്ല വൈറ്റ് വരുന്നത് കറക്റ്റാണത്. 100 റുപ്പീസ് പെർ മീറ്റർ വരുന്ന ഈ ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതാ വൈറ്റ് ബോട്ടം ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. വൈറ്റ് ബോട്ടം കറക്റ്റായിരിക്കും അത്. ഇനി നെക്സ്റ്റ് കളർ വരുന്നു ആ ഒരു
ഞാൻ വെയർ ചെയ്തിരിക്കും. ഇപ്പോൾ അന്ന് ഞാൻ ഈ ഒരു ഹക്കോബ വീണ്ടും നമ്മൾ ട്രൈ ചെയ്തപ്പോൾ അന്ന് മാറി വന്നത് ഈ ഒരു കളറാണ്. ആ ഒരു ഇതിൻ്റെ ഒരു ഗ്രീൻ ടച്ച്, ഇതൊരു അക്വാ ഗ്രീൻ ആണെന്ന് തോന്നുന്നു അല്ലേ, സുന്ദരി ഗ്രീൻ എന്ന് പറയും. ഇതിനൊരു ഗ്രീൻ ടച്ചാണ്. ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലൂ ടച്ചാണ്, അതാണ് ഇതിൻ്റെ വ്യത്യാസം. സുന്ദരി കളറിന് ഇതാ ഇങ്ങനെ വരുന്നു. ഇതിന് സിയാൻ ബ്ലൂ എന്നോ ഓഷൻ ഗ്രീൻ എന്നോ ഒക്കെ കുറേ പേര് പഠിപ്പിച്ചു, ഞാൻ മറന്നുപോയി. ഇതങ്ങനെ വരുന്നു. 180, 180 രൂപ. അപ്പോൾ അതിന് നമുക്ക് കണ്ടോ വൈറ്റ് ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ വരുന്നു. 43 ഇഞ്ച് വിടുത്ത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് കണ്ടോ സിംഗിൾ ലൈൻ കാന്ത ഇങ്ങനെ വേണമെങ്കിലും ആവാം. ഇത് നമ്മുടെ 120 റുപ്പീസിൻ്റെ സിംഗിൾ ലൈൻ കാന്ത. ഇത് ടോപ്പ് ചെയ്യാനും നല്ലതാണ് കേട്ടോ. ഇതിൽ കാന്ത കോട്ടണിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് ജസ്റ്റ് യോക്കിന് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ദുപ്പട്ടയ്ക്കായിട്ട് കട്ട് ചെയ്തിട്ട് സൈഡ് ജസ്റ്റ് ഒന്നൊരു ലേസ് വെച്ച് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ദുപ്പട്ട പർപ്പസിന് വേണമെങ്കിൽ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുന്നു. അങ്ങനെ കോട്ടൺ ദുപ്പട്ട വെയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത്. PC കോട്ടണിലാണ് വരുന്നത്, ഉപയോഗിക്കാൻ സുഖമാണത്. അങ്ങനെ അതങ്ങനെ. അപ്പോൾ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി അത് അങ്ങനെ എടുക്കാം. ഇനി നമ്മൾ കോട്ടൺ ബുട്ട വിത്ത് സിൽവർ ലൂറക്സ് ലൈൻസ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ 180 റുപ്പീസ്, 180 രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇതും ദുപ്പട്ടയ്ക്കായിട്ടും പറ്റും കേട്ടോ. നമ്മൾ ഇതിങ്ങനെ ടോപ്പും ബോട്ടും എടുത്തിട്ട് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. സെയിം ടോൺ ഇഷ്ടപ്പെടുന്നവർക്ക്. പൊടിക്ക് ഡാർക്ക് ഇല്ല, കുഴപ്പമില്ല. ഇതിങ്ങനെ വരുന്നു. ഈ സിൽവർ ലൂറക്സ് ലൈൻസ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇത് 180 റുപ്പീസ്, 180 രൂപ ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ അതങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ കളറിൽ ഇനി ഞാൻ ആ ഹക്കോബിന് പുതിയ ആൾക്കാർക്കൊക്കെ വേണ്ടി ഇതിനോട് ചേരുന്ന ഈ ഒരു ഹക്കോബ കൂടെ എടുത്തിട്ടുണ്ട്. ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഇതും തമ്മിൽ ആ ഒരു വ്യത്യാസമുണ്ട്, ഗ്രീനും ബ്ലൂവും തമ്മിൽ. സാമിയ മാമിന് ഇത് ഓക്കെ ആണെങ്കിൽ ഇത് എടുക്കുമോ? ബ്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇത് നമ്മൾ ഹെവി ഹക്കോബ. ഇത് പ്രീമിയം ഹക്കോബയാണ് കാംബ്രിക് കോട്ടണിൽ വരുന്നത്. 300 റുപ്പീസ്, 300 ഇങ്ങനെ വരുന്നു. 300 തന്നെ അല്ലേ, 320 അല്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ ഹക്കോബ എടുക്കുന്നവർക്ക് വേണമെങ്കിലും ഇത് ടോപ്പ് ആൻഡ് ബോട്ടം എങ്ങനെ എടുക്കാം. ഇനി അല്ലെങ്കിൽ ഇത് നമുക്ക് യോക്കിന് മാത്രം അല്ലെങ്കിൽ ഫ്രണ്ട് പീസിന് മാത്രം 50 സെൻറ്റിമീറ്റേഴ്സ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയായിരുന്നു ആ സംഭവങ്ങൾ. ഇനി അതിൽ ഇനിയിപ്പോൾ ഞാൻ സ്റ്റിച്ച്ഡ് കുറച്ച് മോഡൽസ് കാണിക്കട്ടെ. ഇത് സംഭവം വലിയ മോഡലൊന്നും അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇത് എൻ്റെ ടോപ്പുകളൊന്ന് റെഡിയായി ഇറങ്ങിയപ്പോഴേ അതൊന്ന് എടുത്തതാണ്. ഇത് നമ്മൾ കോട്ട എംബ്രോയ്ഡറിയിൽ ഇതാ ഇങ്ങനെ വരുന്നു. ജസ്റ്റ് ഒരു യൂക്ക് വെച്ചിട്ട് ലേസ് വെച്ച് സിമ്പിൾ. നമ്മൾ കാംബ്രിക് കോട്ടണിലൊക്കെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽ യോക്ക് വെച്ച് സിമ്പിൾ. സംഭവം സിമ്പിളാണ്. ഞാൻ അതിനെ സ്റ്റിച്ച് ചെയ്ത് വന്നതുകൊണ്ടുള്ള ആ ഒരു മാറ്റം കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വലിയ സംഭവമല്ല. അതിൻ്റെ ബാക്കിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. മെറ്റീരിയൽ പ്ലെയിനും അവൈലബിൾ ആണ്. പ്ലെയിൻ നമുക്ക് 70 വരുന്നു, വർക്കുള്ള 320 വരുന്നു. അത് അങ്ങനെ. ഇനി ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഹക്കോബയും പ്രിൻറ്റഡ് ഹക്കോബയും പ്ലെയിൻ ഹക്കോബയൊക്കെ കാണിച്ചില്ലേ, അതിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഇത് നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റ് പഴയ കസ്റ്റമേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും. കുറേ മുമ്പത്തെ അതിലൊരു ലാസ്റ്റ് പീസ് വന്നിരുന്നു, അത് ഞാനിവിടെ എടുത്തു വെച്ചതാണ്. നമ്മൾ ബ്ലോക്ക് പ്രിൻ്റാണ്, അതുകൊണ്ടാണ് ഡൾ ഫിനിഷിങ് കേട്ടോ. അതിൽ ജസ്റ്റ് ഒരു മോഡൽ കണ്ടോളൂ. ഇങ്ങനെ നമ്മളിപ്പോൾ ഹക്കോബയുടെ പീസ് നമ്മൾ പ്രിൻറ്റഡ് മെറ്റീരിയലിലോ പ്ലെയിനിലോ ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ. ജസ്റ്റ് ഇവിടെ ഒരു യോക്ക് കട്ടിങ് കൊടുത്തു, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വി പോലെ ഇങ്ങനെ കൊടുത്തു. സ്ലീവിനറ്റത്തും ആ ഹക്കോബ, താഴെയും ഹക്കോബ അതാ ഇങ്ങനെ വരുന്നു. ഇതൊരു എ ലൈൻ ടോപ്പാണ്. ഇങ്ങനെ താഴെയും ആ ഹക്കോബ പീസ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെയും നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ട ഫാബ്രിക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ സങ്കല്പിക്കുക. ഇങ്ങനെ ഹക്കോബ കൂട്ടിയിട്ടോ ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടോ നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം പ്രിൻറ്റും ലൈൻസും വരുന്ന കാണിച്ചില്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് ഈ മോഡലുകൾ പരീക്ഷിക്കാം. ആ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ടോപ്പും അതിൻ്റെ കൂടെ താഴെ ആ ലൈൻസ് വരുന്ന അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ഹക്കോബ ഇല്ലേ, അതിൽ ചെയ്തൊരു ടോപ്പാണിത്. ഹക്കോബയിൽ നമുക്ക് കോൺട്രാസ്റ്റ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ സെയിം യോക്ക് വെച്ച് ജസ്റ്റ് ഒരു ലേസ് ഇതാ ഇങ്ങനെ വരുന്നു. ജസ്റ്റ് സെയിം പൊട്ടലി ബട്ടൺ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ലേസും വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഈ മെറ്റീരിയൽ ത്രെഡ് വർക്ക് വന്ന ഒരു മെറ്റീരിയൽ, ഇത് എലൈൻ ടോപ്പാണേ. നമ്മൾ കലങ്കാരിയുടെ യോക്ക് വെച്ചിട്ട് ചെയ്തത് ഇങ്ങനെ വരുന്നു. യോക്ക് വെച്ച മോഡൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കാരണം കുറച്ചൊരു കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഞാനത് സിമ്പിളായിട്ടൊരു പൈപ്പിംഗ് കോൺട്രാസ്റ്റ് കളർ ഒരു മെറൂൺ പൈപ്പിംഗ് കൊടുത്തു. ഇതിനുമായിട്ട് ബന്ധമുള്ള കളറല്ല മെറൂൺ, എങ്കിലും ആ പൈപ്പിങ്ങും അതൊന്നും എടുത്ത് കാണും. ഇങ്ങനെ മെറൂൺ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇത് മോഡൽ. ഈ മെറ്റീരിയൽ ഇനി അവൈലബിൾ അല്ല. ഇത് ഈ കളറിൽ കോട്ടൺ സ്ലബ് കുറച്ചുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതങ്ങനെ അത്രയായിരുന്നു അതൊക്കെ. ഇനി നമ്മൾ കണ്ട ഇലകളിൽ അടുത്ത കളർ വരുന്നു. ഇങ്ങനെ സൽമൺ കളർ പറയില്ലേ, നമ്മൾ ആ ഒരു പീച്ചിൻ്റെയും ഓറഞ്ചിൻ്റെ ഇടയിൽ വരുന്ന ആ സുന്ദരി കളർ പ്രിൻറ്റഡ് ഹക്കോബ 180 180 രൂപ ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ
ബോട്ടം ചെയ്യാനെടുത്തപ്പോൾ ഇതൊന്നും കൂടെ ഒരു ഓറഞ്ചിലേക്ക് പോകുന്നുണ്ട്. നല്ല ലെങ്തി ടോപ്പ് ഇടുന്നവർക്ക് ഇച്ചിരി അല്ലേ ബോട്ടം കാണുമല്ലോ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒപ്പിക്കാമെങ്കിൽ അതാകാം. ഇതിങ്ങനെ വരുന്നു. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ബോട്ടം ഒക്കെയാണ്. വൈറ്റ് ബോട്ടം ഇനിയിപ്പോൾ അവിടെ അടിയിൽ പെട്ടുപോയി, അതിന് കാണിക്കേണ്ടതല്ല, കുഴപ്പമില്ലല്ലോ. ഇത് 180, ഇത് 100, അതാണ്. ഇനി അല്ലെങ്കിൽ നമ്മളെ ചിക്കൻ കാരി ഇതാ ഇത് ചേരും കേട്ടോ. ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇത് നമ്മൾ ചിക്കൻ കറി പുതിയ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ 180 റുപ്പീസ്, 180 രൂപ. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ടത് ഇതിന് വിടുത്ത് കുറവാണ്. അപ്പോൾ ഇത് ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകിൽ യോക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ. 3 മീറ്റർ എടുക്കണേ ടോപ്പിന്. 3 മീറ്റർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സൈസിന് കേട്ടോ യോക്ക് വെച്ച് ചെയ്യാൻ. ഞാൻ ബോർഡർ എല്ലാം കഴിഞ്ഞൊരു ബ്ലൂ ടോപ്പ് ഇട്ടില്ലേ ഒരു വീഡിയോയിൽ, അതൊക്കെ ഈ മെറ്റീരിയൽ കൊണ്ട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് സൺഡേ ആണ്, ഈ കഴിഞ്ഞ ലാസ്റ്റ് 2-3 വീഡിയോ അപ്പുറം ചെയ്തൊരു ബ്ലൂ ടോപ്പ് ഇട്ടിട്ട് ചെയ്ത് നോക്കണം. അത് ഇതിൻ്റെ ബ്ലൂ ആയിരുന്നു. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ലെങ്ത് വൈസ് ചെയ്തിട്ട് ബോർഡർ കട്ട് ചെയ്ത് താഴെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 180, 180 രൂപ. അപ്പോൾ ഈ കളർ വേണ്ടവർക്ക് അതൊരിത്. ഇനി അപ്പോൾ അതിനോടൊക്കെ ചേരുന്ന ഒരു സൗത്ത് കോട്ടൺ ഇത് ചേട്ടന്മാർക്ക് ഷർട്ട് ചെയ്യാനും നല്ലതാണ്. ഇതങ്ങനെ വരും സൗത്ത് കോട്ടൺ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചുരുങ്ങുന്ന തുണി ചുരുങ്ങും. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചോളമൊക്കെ ലൂസ് കൂടുതൽ ഇട്ടേക്കുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇതിടും, 2-3 സ്റ്റിച്ചും കൊടുക്കും അങ്ങനെ. അപ്പോൾ ഷർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കുക നല്ലത്. സൗത്ത് കോട്ടൺ ആണ് ഫാബ്രിക്. 150 റുപ്പീസ്, 150 രൂപ. 44 ഇഞ്ച് എടുത്ത് വേണ്ട. ഇതിനിങ്ങനെ ഒരു ബോട്ടമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ചെയ്യാം. ചിക്കൻ കറി ടോപ്പ് ചെയ്യുന്നവർക്ക് വേണമെങ്കിലും അങ്ങനെ ബോട്ടം ആക്കാം. അതൊരിത്. അപ്പോൾ ആ ഒരു ഫാമിലി കഴിഞ്ഞു. ഇനി അടുത്തത് വേറൊരു പ്രിൻറ്റഡ് ഹക്കോബ. അപ്പോൾ അതിലിഷ്ടമുള്ള കളർ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സുന്ദരി ഹക്കോബയാണ് വരുന്നത്. ഇതിനാദ്യം ഓരോന്നിനെ ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കൂ. ഇതിങ്ങനെ ഇതിൽ പീച്ച് വരുന്നുണ്ട്, ഒണിയൻ പിങ്ക് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, അങ്ങനെ പേരറിയാത്ത കുറേ സുന്ദരി കളേഴ്സ് അവിടെ ഉണ്ട്. അവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിന് തമ്മിൽ വ്യത്യാസം, ഇതിൽ ആ ഒരു മൗവ് കളറും വയലറ്റും അല്ലാത്ത ആ ഒരു കളറില്ലേ, ആ കളർ വരുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒണിയൻ പിങ്ക് ആണ്, ഇതിലൊരു ലൈറ്റ് വയലറ്റ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ, ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കണേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഇത്. അപ്പോൾ ഇത് വേണ്ടവർ ഈ സ്ക്രീൻഷോട്ട് വിടുക. രണ്ടും നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ റെഡിമെയ്ഡ് കുർത്തിയൊക്കെ വരില്ല, ആ ഒരു മോഡൽ ലൂസ് കുർത്ത ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കോളറിനൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ അതും ചേരും. ഇത് അതിൻ്റെ അടുത്ത കളർ ഇതിങ്ങനെ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരുപാട് കളേഴ്സ് വരുന്നുള്ളതുകൊണ്ട് ഏത് ബോട്ടം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗി ഉണ്ടാവും. ഒരു ലൈനിങ്, സിമ്പിൾ ലൈനിങ്ങും കൊടുത്ത് ഏത് മോഡലും ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. 44 ഇഞ്ച് എടുത്ത് 180, 180 രൂപ അങ്ങനെ വരുന്നു. അതൊരു ഫസ്റ്റ് കളറ്. ഇനി മറ്റേതിന് അത് സെക്കൻഡ് കളർ, അത് രണ്ടാമത് കാണിച്ചാണ്. അതെ, ഇനി ഇതിലാ പിങ്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാലും രണ്ടും ഭംഗിയുണ്ട്. ഇല്ല, ഇവിടെ ഒരു ഡാമേജ് വരുന്നുണ്ട് അല്ലേ, അതിന് കട്ട് ചെയ്യുമ്പോൾ ഒരു നോക്കിക്കോളൂ. അങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു 180, 180 രൂപ ഇത്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇത് 2 എണ്ണം ഉണ്ട്. 2 കളറും തമ്മിൽ സ്ക്രീൻഷോട്ട് മാറല്ലേ കേട്ടോ. ഇനി ഇവരോടൊക്കെ ചേർത്ത് വെക്കാവുന്നതാണെങ്കിലും ചേർന്നിരിക്കാവുന്നതാണെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നതാണെങ്കിലും അടുത്തൊരു പ്രീമിയം ഹക്കോബ. നമ്മളിതിൻ്റെ PC കോട്ടണിലും കണ്ടിട്ടുണ്ട്. ഇത് കാംബ്രിക് കോട്ടണിൽ വരുന്നു. പ്രീമിയം ഹക്കോബ നല്ലൊരു സുന്ദരി പീച്ച് കളറിൽ ഇങ്ങനെ വരുന്നു. നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് വരുന്നത്. 300 റുപ്പീസ്, 300 രൂപയുടെ പ്രീമിയം ഹക്കോബയാണ്. ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. 52 ഇഞ്ച് 54 ഇഞ്ച് വിഡ്ത്തും ഇത് അങ്ങനെ വരുന്നു. കട്ട് വർക്ക് 300 റുപ്പീസാണ്, 300 രൂപ മീറ്ററിന് വരുന്നു. അപ്പോൾ ഈ ഒരു ഹക്കോബയുടെ കൂടെയും നമുക്ക് ഇവരെയൊക്കെ രണ്ടിനെയും പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കോട്ടൺ ഇന്നർ മോഡൽ പോലെയോ അല്ലെങ്കിൽ ഹക്കോബ കൊണ്ട് നല്ല ഫ്ലെയർഡ് ആയിട്ട് സ്കേർട്ടും ഇതുകൊണ്ട് പ്രിൻറ്റഡ് ടോപ്പും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തിരിച്ച് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിലും ചേരും. രണ്ടിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും. കാരണം പീച്ച് കളർ വരുന്നുള്ളതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പീച്ച് വരുന്നത് ഇതായിരിക്കും കൂടെ, രണ്ടും ചേരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. 180. ഇനി ഇത് 300, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ. ഇനി ഇതിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അടുത്തത് ഇത് നമ്മളെ PC കോട്ടണിൽ വരുന്നതാണ്. PC കോട്ടണിൽ വരുമ്പോൾ ഇത് വിഡ്ത്ത് കുറവാണ്, ഇങ്ങനെ വരുന്നു. ഇത് 180, 180 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയും കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം. ടോപ്പും ബോട്ടമായിട്ട് പലാസോ ബോട്ടം പോലെയൊക്കെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സ്കേർട്ട് മിഡി ടോപ്പ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത്ര ദൂരെ പോകണ്ട. ജനിട്ട് ക്ലോസ് വ്യൂ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ വരുന്നു. ഇത് 180, ഇത് 180. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഈ സൗത്ത് കോട്ടൺ എന്തിനെടുത്ത് ഇവിടെ ആ പിങ്കിൻ്റെ കൂടെ കാണിക്കാനായിരുന്നു. ഏതായാലും ഇത്
അപ്പോൾ ഈ പീച്ചിൻ്റെ കൂടെ അത് ഇവിടെ എടുത്ത് വെച്ചതായിരിക്കും. ഏതായാലും ഇത് സൗത്ത് കോട്ടൺ, ഇതൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു. ഷർട്ട് ചെയ്യാനാണേലും ലൈൻസ് പാറ്റേണിൽ കുർത്ത ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. 44 ഇഞ്ച് വിടുത്ത് 150, 150 രൂപ. അതങ്ങനെ അതിൻ്റെ ചെറിയ ലൈൻസ് വരുന്നത് അങ്ങനെ. ഇനി ഇവരെ തമ്മിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പാറ്റേൺസ് മിക്സ് ചെയ്തിട്ട് ചെറിയ ലൈൻസും വലിയ ലൈൻസും കൂടി ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സൗത്ത് കോട്ടൺ ഫാബ്രിക്കാണ്. ഷർട്ട് ചെയ്യേണ്ടത് നോർമൽ ഒരു ഷർട്ട് എക്സൽ സൈസ് വരെയുള്ളവർക്ക് 2 മീറ്ററാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നെക്സ്റ്റ് ഇത് വരുന്നു ഇങ്ങനെ. ഷർട്ടിന് നല്ലതാണ് 150, 150 രൂപ. ഇനി ഹൽദി സംഭവങ്ങളോ ഇനി അല്ലാതെയോ യെല്ലോ ലവേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ കോട്ടൺ ബുട്ടയിൽ ലെമൺ യെല്ലോ വന്നോ എന്ന് ചോദിച്ച മാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാ ലെമൺ യെല്ലോ, ലൈറ്റ് ലെമൺ അല്ല, നല്ലൊരു സുന്ദരി യെല്ലോ ആണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിളായ കോട്ടൺ ബുട്ട ഫാബ്രിക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 200 റുപ്പീസ്. ലൈനിങ് വേണേ. അതിൻ്റെ കൂടെ ഇതെങ്ങനെ വരുന്നു, നല്ല ഒരു സെൽഫ് ലൈൻസ് വിത്ത് സിൽവർ ലൂറക്സ് ലൈൻസും കൂടെ വരുന്നത്. ഇങ്ങനെ വരുന്നു. 250 റുപ്പീസ്, 250 രൂപ. ബിഗ് വിഡ്ത്താണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഹൽദി ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്നു. ഇത് ഇങ്ങനെ വരുന്നു. 250 റുപ്പീസ്, 250 രൂപ. നമ്മളൊരു ഹക്കോബയല്ല, എന്നാൽ ഒരു സെൽഫ് ലൈൻസും ഉണ്ട്. അതിൻ്റെ കൂടെ സിൽവർ ലൂറക്സ് ലൈൻസും കൂടെ വരുന്നുണ്ട്. സിമ്പിളായിട്ട് കുർത്ത് ചെയ്യാം, എ ലൈൻ ടോപ്പ് ചെയ്യാം, മിഡിയാൻ ടോപ്പ് ചെയ്യാം, അങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇത്. ഇനി നമ്മൾ ഇതിനെടുത്തിട്ട് ഇതിന് ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിൽ വിഡ്ത്ത് കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് 1.25 മീറ്റർ എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് 2 സൈഡിൽ ജോയിൻറ്റ് കൊടുത്തിട്ട് ലേസൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇതങ്ങനെ 250, ഇത് 200. ഇനി ആ ഒരു എല്ലേക്കാളും ഒരു പൊടിക്ക് ഡാർക്കായ നമ്മൾ പ്രീമിയം അക്കോബ ഇതങ്ങനെ വരുന്നു. കറണ്ട് പോയി, ഞാൻ നിർത്തുന്നില്ല. ഇന്ന് കുറേ ലേറ്റായി, കറണ്ട് വന്നും പോയി. ഇനി മഴ പെയ്തതുകൊണ്ടൊക്കെ കുറച്ച് മഴ, വലിയ കുഴപ്പമുള്ള മഴകളല്ല. ഒരു സിംഗിൾ ലെയർ അങ്ങനെ തപ്പുന്നത് കാണില്ല. സിംഗിൾ ലെയറേ വാ, ഇവിടെ വാ. സിംഗിൾ ലെയർ തന്നെയാണോ? അല്ല, കിട്ടിപ്പോയി. ഇതങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ്, 300 രൂപയുടെ പ്രീമിയം ഹക്കോബ കാംബ്രിക് കോട്ടണിൽ വരുന്നതാണ്. 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഹൽദി ഫംഗ്ഷനോ യെല്ലോ ട്രെൻഡാണല്ലോ. എനിക്കുണ്ട് യെല്ലോ ടോപ്പ് ഉണ്ട് അക്കോബയിൽ. നല്ല ഭംഗിയാണ് യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചോയ്സ്. ഞാൻ പറയാം, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ യെല്ലോ ഗ്രീനൊക്കെ കുറച്ചിങ്ങനെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ നല്ല ഇടിവെട്ട് കളേഴ്സും എല്ലാവരും യൂസ് ചെയ്യും. അതങ്ങനെ വരുന്നു. ഇതിലെ കൂടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ എന്തെങ്കിലും മോഡൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം. അപ്പോൾ 300, 250, 200. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയിലേ മോനെ എഡിറ്റ് ചെയ്തൊക്കെ തന്നു. ചെറിയ ആളല്ലേ, ഇപ്പോൾ അവിടെ കൊച്ചു മോനല്ലേ എഡിറ്റർ, ഇവിടെ ഇരിപ്പുണ്ട് ആൾ. അവൻ എഡിറ്റ് ചെയ്തതെന്നൊക്കെ പോയി. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എഡിറ്റഡ് വീഡിയോ അല്ല ചെയ്തത്. അതാണ് ആ നമ്പർ വരാൻ പറ്റും. പിന്നെ അവൻ സ്കൂളിൽ പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സ്റ്റാഫ് വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ശ്രദ്ധിച്ച് ചേച്ചി നമ്പേഴ്സ് കാണാനില്ല എന്ന്. അത് മറന്നുപോയതാണ്. ഇങ്ങനെ ഫോണ് ഒരുപാട് തിരക്കുകൾ, കാരണം ഹോസ്പിറ്റൽ കേസ് ഇതും എല്ലാം കൂടെ കൂടിയിട്ടേ വർക്ക് ലോഡ് അങ്ങനെ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർ ദയവായി വിളിക്കരുത് ഫോണ്, കാരണം വീട്ടിലൊന്നും അത് നോർമൽ കോളിന് റേഞ്ച് കുറവാണ്. പിന്നെ വിളിക്കുന്ന സമയത്തും എനിക്കിങ്ങനെ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ സമയം പോലെ റിപ്ലൈ തരും. സാവകാശം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പർ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ. പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക. ഒപ്പം സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒപ്പം തന്നെ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക. ശ്രദ്ധിക്കണം, നമുക്ക് സൺഡേ ലീവാണ്. മൺഡേ സാറ്റർഡേ നിർത്തുമ്പോൾ ഉള്ള മെസ്സേജ് ക്ലിയർ ചെയ്തിട്ട് അവർക്ക് എത്തുള്ളൂ. വാട്സപ്പ് കൂടെയുള്ള സിസ്റ്റമാണ്, സമയമെടുക്കും റിപ്ലൈ തരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നോർത്ത് വറീഡ് ആവണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടുന്നുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിടുക. അപ്പോൾ നമുക്ക് സൺഡേ ലീവാണ് കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലും ഇവിടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ പ്രായമായ അമ്മച്ചി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. നോർമൽ നമുക്ക് മാനുഷികമായി ചിന്തിച്ചാകുന്ന രീതിയിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട്. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും പോസ്റ്റ് വഴി നിങ്ങളെ അറിയിക്കാം. അമ്മച്ചിയുടെ സുഖത്തിന് ആരോഗ്യത്തിനൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ഒരുപാട് നന്ദി. ഒരുപാട് ആശ്വാസമുണ്ട് ഇപ്പോൾ. പിന്നെ അർജൻറ്റായിട്ട് കിട്ടേണ്ടവരെന്തായാലും DTDC ഓപ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിലമ്പൂരിൽ നിന്ന് അകമ്പാടം റൂട്ടിൽ, അതായത് ആഢ്യൻപാറ വാട്ടർഫാൾസ് ഇവിടുന്ന് 8 കിലോമീറ്റേഴ്സാണ്. ആ റൂട്ടിലാണ്. മയിലാടി പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ, അമൽ കോളേജ് റൈറ്റ് സൈഡിലാണ്. അങ്ങോട്ട് എത്തേണ്ട, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഉള്ളിലോട്ട് മാറി, ജസ്റ്റ് ഒരു ഉള്ളിലോട്ട് മാറിയിട്ടാണ്. പക്ഷേ ഷോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഒന്ന് കരുതിക്കോളൂ കേട്ടോ. കാരണം മെറ്റീരിയൽ ഇവിടെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ അത് എളുപ്പമായിരിക്കും.
അതൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.